അസ്സലാമു ബേബീസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ള എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലോഗായിട്ടാണ് ഗൈസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നിൽക്കുന്നത് കുഞ്ഞാടെ വീട്ടിലാണ്. ഇപ്പോൾ കുഞ്ഞൊക്കെ പനിയൊക്കെ ആയതുകൊണ്ട് നമ്മളിവിടെ വന്ന് നിൽക്കുകയാണ് ഗൈസ്. സോ നമ്മളിന്ന് ഒരു ബ്ലോഗാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര നാണമാണ് ഗൈസ് വീഡിയോ എടുക്കുമ്പോഴത്തേക്ക്. ഇവിടെ ഉള്ള എല്ലാവരും ഭയങ്കര നാണക്കാരാണ്. സോ നമുക്ക് വീഡിയോയുടെ അടക്കം ഇരിക്കുകയാണ് ഗൈസ്. നമുക്ക് ഫസ്റ്റ് എനിക്ക് ഒരു ലേറ്റർ ഇവിടെ ലേറ്റർ നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് അടുപ്പ് എത്തിക്കാം ഗൈസ്. അടുപ്പല്ലോ, യെസ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഇനി നമുക്ക് എന്തിനാ പറഞ്ഞത്? അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് ഉള്ളി ഉരിക്കാൻ പോവുകയാണ് ഗൈസ്. നമുക്ക് ഉള്ളി ഇരിക്കാൻ വേണ്ടി ഉള്ളി എടുക്കണം. ഉള്ളി എവിടെ ഇരിക്കുന്നത്? എടുത്തുള്ളതായിരുന്നു മാജിക്. അത്ര നമുക്ക് 5 ഉള്ളി ഫുള്ള് ഫ്ലോപ്പാ. അപ്പോൾ ഗൈസ് നമ്മൾ 5 ഉള്ളി ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉള്ളി ഒന്ന് തൊലിച്ചെടുക്കണം ഗൈസ്. ഇനി നമുക്കിതൊന്ന് തൊലിച്ചെടുക്കണം ഗൈസ്. നല്ല അടിപൊളി. ഇപ്പോഴത്തെ ഉള്ളിക്കൊക്കെ ഭയങ്കര ചെറിയാണ്, എനിക്ക് ഇഷ്ടമല്ല. പച്ചക്ക് ഞാൻ ഓവറായിട്ടുള്ളൊരു എഫക്റ്റ്. ഇന്നലെ കുഴിമന്തി മേടിച്ചപ്പോഴത്തേക്ക് അതിൽ നിന്ന് എടുത്ത് ഉള്ളി എന്തിനുള്ളായിരുന്നു? ഉള്ളിന്ന് ഹൃദയം ഏത് ഇതാവോ? പറഞ്ഞ മഹത്വത്തി നാണോ എന്ന് വെച്ചാൽ ഭയങ്കര നാണോ. പിന്നെ നമ്മൾ ബിസ്ക്കറ്റ് ഒക്കെ തിന്നുന്നുണ്ട്, വായിലുള്ളില്ല. അപ്പം നമുക്കിനി ഉള്ളി അരിയണം ഗൈസ്. വായിലുള്ളതുകൊണ്ടാട്ടോ ഇങ്ങനെ സംസാരിക്കുന്നത്. ഉള്ളി അരിയണം ഗൈസ്. ഇപ്പം ഉള്ളി അരിഞ്ഞിട്ട് വരാം. ഭയങ്കര ഷോയിട്ട് അരിയുന്നതുകൊണ്ടാട്ടോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അല്ല ഗൈസ്, നമുക്ക് കട്ടിംഗ് ബോർഡ് കഴിഞ്ഞ് ശീലമൊന്നുമില്ല. അത് മാത്രമല്ല കട്ടിംഗ് ബോർഡ് ഇവിടെ ഇല്ലെന്നാണ് ഇതിൻ്റെ വിശ്വാസം. നമ്മുടെ വീട്ടിലും ഇല്ല. ഞാൻ എപ്പോഴരിഞ്ഞാലും കൈവച്ച് തന്നെയാണ് അരിയാറ്. അതുകൊണ്ടാണ് ഗൈസ് ഇങ്ങനെയൊക്കെ അരിയുന്നത്. പക്ഷേ ഗൈസ് നമ്മൾ മാവ് തട്ടിടാൻ പോവുകയാണ്. ഒരു പാത്രത്തിലേക്ക് മാവ് എടുക്കുക. അല്ലെങ്കിൽ അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കും ഗൈസ്. ചൂടൊഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കലത്തിലാണ് വെള്ളം വെച്ചേക്കുന്നത്. അപ്പോൾ മുട്ട എന്തായാലും റെഡി ആയിട്ടുണ്ട്. നമ്മളിതിനെ മാവിനകത്ത് നീ നിങ്ങൾക്ക് റെഡി ആക്ക്. ഓക്കെ ഗൈസ്, നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി മാത്രമേ ഇവിടെ ഉള്ളായിരുന്നുള്ളൂ. നമ്മൾ വെളുത്തുള്ളി അരച്ചെടുത്തു ഗൈസ്. ഇഞ്ചി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇഞ്ചി അരച്ചില്ല ഗൈസ്. അപ്പം ഇനി നമുക്ക് ഒന്നുമില്ല ഗൈസ്. ഇപ്പോൾ ഇവിടെ ഉള്ളി ഉരിച്ചിട്ട് കണ്ണൊക്കെ എഴുതിയിട്ട് എന്താപോലെ ആക്കിയിരിക്കുവാണ് ഗൈസ്. പാത്തു ഇവിടെ ഇത് കുഴച്ച് വെച്ചു. ഇനി ഇടിയപ്പത്തട്ട് അവിടെ നോക്കിയാണ്. നമ്മൾ ഉള്ളിയൊക്കെ അരിഞ്ഞു കഴിഞ്ഞു ഗൈസ്. ഇനി നമുക്ക് ക്യൂട്ട്നെസ് ഇടാം. ഇതിൻ്റെ ക്യൂട്ട്നെസ് ഇതാട്ടോ. മനുഷ്യൻ്റെ ക്യൂട്ട്നെസ് ഒന്നുമല്ല. അപ്പം ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഇനി ഒരു ബിസ്ക്കറ്റ് കൂടെ കഴിക്കാണ്ടോ. ഇപ്പം പാത്രം അവിടെ തേങ്ങ ഇരിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമുക്കിനി ഉള്ളിക്കറി വെക്കട്ടോ. പത്തു ഉള്ളിക്കറി വെക്കട്ടോ. അപ്പോൾ ഇടിയപ്പം അടുപ്പി വെച്ചിട്ട് നമുക്ക് ഉള്ളിക്കറികൾ ഉണ്ടാക്കണം ഗൈസ്. അപ്പം ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുട്ട തൊലിക്കാൻ പോകുന്നതാണ് ഗൈസ്. ഭയങ്കര ക്യൂട്ട്നെസ് ഒക്കെ ഇട്ടാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ക്യൂട്ട്നെസ് ആണ് കേട്ടോ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നത്. അപ്പം എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ മെൻഷൻ ചെയ്യാൻ പോവുകയാണ്. അപ്പം ഗൈസ് മുട്ട നമ്മൾ പൊളിക്കാൻ പോവുകയാണ്. നമുക്ക് ഇനി മുട്ട പൊളിച്ചിട്ട് വരാം ഗൈസ്. അതല്ല ഉണ്ടാക്കുന്ന പാത്രം അതൊക്കെ കേൾക്കാണ്. അപ്പം നമുക്ക് മുട്ട പൊളിച്ചിട്ട് വരാം. ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി പാത്തു ഇത് എടുത്ത് വെക്കട്ടെ. ഫസ്റ്റ് ഇതല്ലേ? അപ്പോൾ വെച്ചു. രണ്ടാമത്തെ ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടെ കുറേ നേരം ഞാൻ ഇവിടെ ഇരുന്ന് ഫോണിലൊക്കെ കളിച്ചിട്ട് നമുക്ക് പാത്തു അവിടെ എന്തുവായി നോക്കിയിട്ട് വരാം. പാത്തു ഇവിടെ എന്ത് കളിച്ചു. അപ്പോൾ എനിക്ക് പാട്ട് കേൾക്കുമ്പോൾ ക്യൂട്ട്നെസ് അങ്ങ് ഏറാൻ വരും. എവിടെ നിന്നാന്ന് പോലും അറിയത്തില്ല. പാത്തു വെച്ചോ? അപ്പം പാത്തു ഇഡലി പാത്രമൊക്കെ വെച്ചിട്ടുണ്ട്. ഇഡലി കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളിക്കറി വയ്ക്കാം. ഇടിയപ്പം കഴിഞ്ഞിട്ട് നമുക്ക് ഇഡലി.
എനിക്ക് ഒന്നും ശരിയാവുന്നില്ല. എനിക്ക് നാക്ക് തിരിയത്തില്ല. ഈ ഷോർട്സ് എന്ന് വീഡിയോ സത്യത്തിന് കണ്ടാ എന്തൊക്കെയാ പറയുന്ന വളച്ചവനെ. ഇനി ഞാൻ ഇരിക്കുന്നു. ഒരു കാര്യം പറയാം ഗൈസ്, എനിക്ക് ഒരു ഭാഗം ഇങ്ങനെ പറയുമ്പോൾ ഉണ്ടല്ലോ, എനിക്കിങ്ങനെ ഒരു വായിൽ എന്തോ വരുന്നേന്ന് പോലും മനസ്സിലാവത്തില്ല. അത്രയ്ക്ക് പറയുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നതല്ല ഞാൻ പറയുന്നത്. എനിക്ക് വേഗം വായിൽ വരത്തേ ഇല്ല ഞാൻ പറയുന്നതെന്ന്. എന്ത് വണ്ടിങ്ങൾക്ക് അങ്ങനെ വരാറുണ്ടോ? മീൻസ് ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാൻ ഞാൻ ഷോർട്സ് വീഡിയോ കുറേ വെട്ടി ഇങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ വോയിസ് ഓവർ ചെയ്യത്തില്ലേ, ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ശരിയാവത്തേ ഇല്ല. ഒരു കാര്യം പറയുമ്പം മിന്നാന്നൊക്കെ ആയിരിക്കും ഞാൻ പറയുന്നത്. ഇപ്പം തന്നെ നിങ്ങൾ കേട്ടില്ല ഞാൻ പറയാൻ വന്നത് പറഞ്ഞത് മനസ്സിലാവുന്നില്ല. എല്ലാവരും തിരക്ക് ഞാൻ അഭിനയിക്കുന്നതാണ്, അഭിനയമല്ല ഇത്, സീരിയസ് ആയിട്ടുള്ള കാര്യം ഇത്. അപ്പോൾ നമ്മൾ ഇടിയപ്പത്തിൻ്റെ ഈ സംഭവം കഴിഞ്ഞിട്ട് നമുക്കിനി ഉള്ളിക്കറി വെക്കണം. കുറേ നേരം കൊണ്ട് ഈ ഒരു ഉള്ളി കാണിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ ഒരു വീടിനെ കണ്ടൻ്റെ ഉള്ളിയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇല്ലയോ? കാരണം എത്ര വെട്ടം ഞാൻ പറഞ്ഞു ഉള്ളി 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 എന്ന് പറഞ്ഞിട്ട്. പ്ലീസ് നമ്മൾ ഈ മാഗി ക്യൂബൊക്കെ ഇട്ടിട്ടാട്ടോ ഉള്ളിക്കറി വെക്കുന്നത്. അപ്പോൾ നമുക്കിനി ഉള്ളിക്കറി വെക്കാൻ നേരത്ത് വരാം ഗൈസ്. ഇനി നമുക്ക് എന്താണ് ഉള്ളിക്കറി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. നമുക്കിനി ഉള്ളിക്കറി ഉണ്ടാക്കാണ്ട് ഈ പാത്രത്തിൽ വെക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായ ശേഷം നമ്മളിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. കടുക് എവിടെ? നമുക്കിത് എണ്ണ ഒഴിക്കാതെ കടുക് ഇടുന്ന. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് എന്താ കടുകിടാം. പിടിയിടും കടുകിടാം ഗൈസ്. എണ്ണ ഒഴിക്കുന്നത് സോനയാണ്, ചീരി മതി. ഇത്രയും കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹലോ, കുരുത്തക്കെട്ട സാധനം ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് അറിയത്തില്ല. സത്യത്തിൽ വെറും കുരുത്തക്കെട്ട സാധനം പിടിച്ചാൽ നിൽക്കത്തില്ല. എവിടാന്ന് വെച്ചാൽ അറിയത്തില്ല. നമുക്കിനി ആ കൈ മാറ്റി നമുക്കിനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ വില്ലൂസേ, കടുക് പൊട്ടിയിട്ടാണ് എണ്ണ. ഇത്രയും നേരം ഫോണിലായിരുന്നു. കടുക് പൊട്ടിയിട്ടാണ് എണ്ണ ഒഴിക്കേണ്ടത്. പക്ഷെ എന്റെ ഭാഷയിൽ ഞാൻ ഇങ്ങനെയാണ്. നിന്റെ ഭാഷ ശരിയല്ല. പക്ഷെ എന്റെ ഒരു ഇതാണ് മനസ്സിലായത്. ഇങ്ങനെ ജീവിക്കത്തുള്ളൂ. അടുക്കളയിൽ ഇഷ്ടമാണ്. ഷട്ട് അപ്പ് യുവർ മൗത്ത്. ഓക്കെ എന്ന് ഞാൻ പറയുമെന്ന് വിചാരിച്ചു. നീ പെട്ടെന്ന് ചെയ്യങ്ങോട്ട്. ഈ 2 ഉണങ്ങിയ കരിവേപ്പില ഇടാൻ ഗൈസ്. ഇത് നമ്മുടെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതെ, ഇഞ്ചി അല്ല, വെളുത്തുള്ളി. നല്ലൊരു മിക്സ് ആക്കി കൊടുക്കാം ഗൈസ്. എന്താ ഞാൻ എങ്ങനെ ഇവിടെ ഞാൻ ഇത് നമ്മൾ മാഗി ക്യൂബ് ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ മാഗി ക്യൂബ് ഇടുവാണ്. മാഗി ക്യൂബിൽ ഓൾറെഡി ഉപ്പുള്ളതുകൊണ്ട് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് പിന്നെ ഉപ്പിടാമെന്ന് വിചാരിച്ചു. നമുക്കിത് നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ. പൊടിച്ചിടാം ക്യൂബ്. പൊടിച്ചിടണോ? ജസ്റ്റ് ഒന്ന് ഇതാക്കി ഇടുക. മാഗി ക്യൂബ് വെച്ച് അങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഓക്കെ, ഇനി നല്ലോണം ഇളക്കിയാൽ മതി. നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇടിയപ്പം പാത്തുവിൻ്റെയും ഇടിയപ്പം പാത്തുവിൻ്റെയും ഉള്ളിക്കറി ഉണ്ട്. അപ്പോൾ ഇത് നമുക്കിത് അടച്ചു വെക്കണം. തീ കൂട്ടുക. ഒരു ബോധം എന്ന് പറഞ്ഞാൽ സംഭവം അടുത്തൂടെ പോയിട്ടില്ല. നമ്മുടെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്കിനി ഒന്നും കൂടെ ഒന്നും കൂടെ വെക്കണ്ടേ? അതിനുള്ള മാവുണ്ടല്ലോ. വെട്ടം ഭയങ്കരമായിട്ട് വെട്ടമില്ലേ? ഓക്കെ ഭയങ്കര വെട്ടം, ചൂടാണ് ഗൈസ്. അയ്യോ, ആ തുണി വെച്ചെടുക്ക്. തൂണ്ടിരിക്കുന്നത് ഷാള് വെച്ചെടുക്കുന്നു. ശരിയോ? ലാഗ് വേഗം നടക്കും. നമ്മുടെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നല്ല ആവി പറക്കുന്ന ഇടിയപ്പം. അപ്പം ഇനി ആവി പറന്നുകൊണ്ടിരിക്കുന്ന ഇടിയപ്പം അതിനകത്ത് ഇരിപ്പുണ്ട്. ഇത് പറന്നുകൊണ്ടിരിക്കുന്നു, അതും പറന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമുക്ക് കാഞ്ഞത് പൊടികളാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ മുളക് പൊടി ഇടുന്നുണ്ട്. മുളക് പൊടി കുറച്ച്. മുളക് പൊടി കുറച്ച്. മുളക് പൊടി കുറച്ച് ഇടാവോന്ന് വാപ്പു പറഞ്ഞേ. എന്ന് പറഞ്ഞ ഇച്ചിരി മതിയാ. എരി ഒരുപാടാവല്ലേ? എരി ഒരുപാടാവല്ലേ? ഒരുപാടാവല്ലേ? എരി ഒരുപാടാവല്ലേ? എരി ഒരുപാടാവല്ലേ? എരി ഒരുപാടാവല്ലേ? എരി ഒരുപാടാവല്ലേ? എരി ഒരുപാടാവല്ലേ? എരി ഒരുപാടാവല്ലേ?
എന്നാലും ഇടണ്ടേ? ആ വേണം. ഇട്ട് ഓക്കെ. ഓ ഇവിടെ കറി മസാല ഇട്ട് ഭയങ്കര ടേസ്റ്റ്. കുറച്ച് മല്ലിപ്പൊടി ഇനിയിപ്പോ ഉണ്ടാ കറി മസാല അതിനെന്ത് ടേസ്റ്റ്? ആ ഇനി നമുക്ക് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ആ അങ്ങനെ മഞ്ഞപ്പൊടി ഇതങ്ങിട്ട് കുരുമുളക് പൊടി. ഇത് നമുക്ക് എന്നിട്ട് ഉപ്പുണ്ടോ നോക്കാം ഒന്നും കൂടെ. മിക്സ് വെൽ. വേണേ നിങ്ങൾക്ക് സോഡാപ്പൊടി ഇടാം. പക്ഷെ ഇവിടെ എല്ലാവർക്കും പനി ആയതുകൊണ്ട് ഇപ്പോൾ സോഡ പനി ഒരു പ്രശ്നമല്ല, പക്ഷെ ടേസ്റ്റ് വരും. എനിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഉപ്പ് നോക്കാം അല്ലേ? വെള്ളം കുറച്ച് ഒഴിയും. എന്നിട്ട് ഇളക്കിയിട്ട് പിന്നെ നമുക്ക് വെള്ളം ഒഴിക്കാം. ചാറ്റ് മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി മുട്ട ഇടാം ഗൈസ്. മുട്ട അല്ലാതെ അങ്ങ് തട്ടിയിട്. പക്ഷേ വേണ്ട, അപ്പം അടുത്ത് തിറക്കും. ഇച്ചിരി സ്റ്റൈലായിട്ട് ഇരിക്കട്ടെ. ഓക്കെ 7 വയലുള്ളതുകൊണ്ട് 7 മുട്ട ഇട്ട്. നീ ഇളക്കണ്ട, അതിൻ്റെ മണ്ടയിലോട്ട് കോരി ഒഴിയും കുറച്ച്. അതെല്ലാം ചെയ്യാൻ പോകാം. നീ അത് പറയല്ലേ, എനിക്കറിയാം. എല്ലാവരും ആളെ കാണിക്കില്ല. അല്ല പാത്രമൊക്കെ എടുത്താൽ കിട്ടുക. നിന്നാ എല്ലാവരും കഴിക്കുകയാണ് നമ്മൾ ഉണ്ടാക്കിയ ഇടിയപ്പവും മുട്ടക്കറിയും. പിന്നെ കഴിച്ചിട്ടാണ്